hello. Say hello. ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലേക്കാണ്. സോ ഐ ഹാവ് ഓൾറെഡി അപ്ലോഡഡ് ഒരു ഷോർട്ട് വീഡിയോ ഓഫ് അവർ മൂന്നാർ വ്ളോഗ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മൂന്നാർ ഗെറ്റ് അവേനെ പറ്റി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ ഫുൾ വീഡിയോ ഓഫ് ദ സെയിം. ആൻഡ് ഇതാണ് ഞങ്ങൾ പോയ പ്രോപ്പർട്ടി. സോ കുറച്ച് ടയേർഡ് ആയിരുന്നു ഞങ്ങൾ. കുറച്ച് ജേർണി കുറച്ച് ഹെക്ടിക് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 2.5 hours ഉണ്ടായിരുന്നു. ആൻഡ് പക്ഷേ the welcoming and the hospitality of the staff of the resort was very nice. Like അവർ നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. And this is the whole place, the inside of the place. So as I've already told you in my short video, ഇത് ഒരു സ്കൂളായിരുന്നു നേരത്തെ. ആൻഡ് അത് ഇപ്പോൾ അവർ കൺവേർട്ട് ചെയ്തെടുത്തേക്കാണ് ഒരു റിസോർട്ടായിട്ട്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ശരിക്കും അടിപൊളിയായിട്ട് കൺവേർഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീനിക് വ്യൂ ഉണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. സോ ദാറ്റ് യു നീഡ് നോട്ട് ഗോ ഔട്ട് ഓഫ് ദി പ്രോപ്പർട്ടി ടു എക്സ്പീരിയൻസ് ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് ദെയർ ഇൻ മൂന്നാർ. നമുക്ക് സിപ്പ് ലൈനിങ്ങും അങ്ങനെ ഒത്തിരി ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ഡു ഓൾ ദാറ്റ്. പക്ഷേ ചിലതൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങൾ വന്ന ടൈമിൽ ഇവർ ഇതൊക്കെ പറഞ്ഞതാണ്, ദേ ആർ ഗോയിങ് ടു ലോഞ്ച് എവറിത്തിങ്. ഇപ്പോൾ അയക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവർ നമുക്കൊരു നല്ലൊരു ശംഖുപുഷ്പം ഡ്രിങ്ക് തന്നു. അമ്മ മൈറ്റ് ബി നോയിങ് ഇറ്റ്. ഞങ്ങളുടെ വീട്ടിലിതുണ്ടായിരുന്നു. ആൻഡ് ഷീ യൂസ് ടു കളക്ട് ഓൾ ദ ലീവ്സ് ആൻഡ് മേക്ക് ശംഖുപുഷ്പം ടീ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എസ് ബ്ലൂ പിയോ, ബട്ടർഫ്ലൈ പിയോ, അങ്ങനെ എന്താണ് ഇംഗ്ലീഷിൽ പറയണത്. ആൻഡ് ഇറ്റ് ഈസ് ഗോട്ട് ആസ് സം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. സ്റ്റേ ഫോർ ടു നൈറ്റ്. ഇറ്റ് വാസ് എ ഡീസൻറ്റ് സ്റ്റേ. നല്ലായിരുന്നു. ഹലോ. അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റിലായി, ഒന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് നമ്മൾ വീട്ടാണ് നമുക്കൊന്ന് പുറത്ത് പോയി നടക്കാം. നമ്മൾ ഈവനിങ് ആയി, ഓൾമോസ്റ്റ് 4:30 ഒക്കെ ആയി. നല്ലൊരു വെതറായിരുന്നു കേട്ടോ. ഒരു മിസ്റ്റി ക്ലൈമറ്റ് ആയിരുന്നു, ഫോഗിയൊക്കെ ആയിരുന്നു കുറച്ച്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നടക്കാൻ വിചാരിച്ചു. ഇതാണ് സോ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അയാളും ഞാനും തമ്മിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന്. ആൻഡ് ഇഫ് യു ഹാവ് വാച്ച് ദ മൂവി അറിയാൻ പറ്റും. ഈ സ്ഥലങ്ങളൊക്കെയാണ് റിഡംഷൻ ഹോസ്പിറ്റലിൻ്റെ ഏരിയ ആയിട്ട് കാണിച്ചേക്കുന്നത്. ആൻഡ് പൃഥ്വിരാജ് ഇരുന്ന ബെഞ്ചൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെയൊക്കെ പോയി ഇരുന്നു. എങ്ങാനും ഒരു ഭാവിയിലൊരു പൃഥ്വിരാജ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയി ഇരുന്നു ചുമ്മാ. സോ ഫണി. ആൻഡ് ഇതാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. ഇൻഡോർ ഔട്ട്ഡോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഔട്ട്ഡോർ ആയിട്ടുള്ള കുറേ ബാസ്കറ്റ് ബോൾ, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കുറേ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ എല്ലായിടത്തും ആളുണ്ടായിരുന്നു. സോ ഫുട്ബോൾ ഏരിയയിൽ മാത്രം ആളില്ലായിരുന്നു. പിന്നെ ഡൗൺ ലൈക്സ് സോക്കർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുട്ബോളിലേക്ക് പോയി. കുറച്ച് വെറ്റായിരുന്നു ടർഫ്. സോ അതാണ് അവളിങ്ങനെ പേടിച്ച് വീഴാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇൻഫാക്ട് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഒരു ഈവനിങ്. തേനുമാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. Go! Yo! Messi, Ronaldo. സോ ഐ എം എ സ്പോട്ട് ഗൈസ്. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നമ്മളങ്ങനെ മടിച്ചു നിൽക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തൊക്കെ കയറി. എനിക്ക് ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും ഞാനിതൊക്കെ കളിക്കാം എന്ന് വിചാരിച്ചു കളിച്ചു. എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി. ഞാൻ തന്നെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും.
സോ ഇത് വൈകുന്നേരത്തേക്കുള്ള ക്യാമ്പ് ഫയർ സെറ്റപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി വ്യൂ. അടിപൊളിയാട്ടോ വ്യൂ ഒക്കെ കാണാനായിട്ട്. സൂപ്പർബായിരുന്നു. ഒരു ഹോസി തിങ്ങൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ രാത്രി ക്യാമ്പ് ഫയറിന് വന്നു. സോ കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു. കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കുറേ നോർത്ത് ഈസും ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ വെരി ഫൺ ഈവനിങ്. ആൻഡ് ദ ഹോസ്റ്റ് ഐ മസ്റ്റ് സേ ഭയങ്കര അടിപൊളി ഹോസ്റ്റായിരുന്നു ഗ്രീഷ്മ. ആൻഡ് ഹെർ അപ്രോച്ച് ടുവേർഡ്സ് എവ്രിബഡി അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു കുട്ടി. ആൻഡ് അന്ന് ഞാൻ എൻ്റെ റൂമിലാക്കിയപ്പോൾ അവർ പറഞ്ഞു ക്യാമ്പ് ഫയർ ഉണ്ട് മാഡം, ഞാനാണ് മെയിൻ ഡാൻസർ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ തമാശയാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ആ കുട്ടിയായിരുന്നു മെയിൻ ഡാൻസർ. ആൻഡ് ഷീ വാസ് ഞങ്ങൾ we went to her to congratulate on her performance tonight. അപ്പം ഷി വാസ് ലൈക്ക് ഞാൻ ഡാൻസ് 5 സൂപ്പർ 5 അങ്ങനെ ഏതൊക്കെയോ പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്ത കുട്ടിയാണ്, അപ്പോൾ ഡാൻസറാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നേക്കാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, സോ വി കനോട്ട് മിസ് ഇറ്റ്. യമ്മി തനു, ഇസ് ഇറ്റ് യമ്മി? ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തു. ചെക്കൗട്ടിലായിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വീണ്ടും ഒന്ന് ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സൈറ്റൊക്കെ പോയി ഒന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കുറച്ച് നേരം കറങ്ങി. തരൂ ഹൗസി സൗണ്ട് എങ്ങനെയാ? അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് ഗ്രീഷ്മ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. ആൻഡ് വെരി ലവ്ലി ഫോട്ടോസ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി. വീണ്ടും കാണാം. ബൈ.